അതാ ഇറങ്ങത്തില്ല. എന്ത് വേറെ വാരത്തിൽ കൂടെ കയറിയിരിക്കുന്നു. എന്റെ തല ഞാൻ കണ്ടായിരുന്നു. മാല കണ്ടത്. ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ജോൺ പി ടെക്സിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതേപോലെ മടച്ചൂണ്ട, വാരച്ചൂണ്ട അറിയാമല്ലോ. അതായത് നമ്മൾ ചെറിയ പരലിനെ പിടിച്ച് ഒരു ചൂണ്ടയുടെ തുമ്പത്ത് കോർത്തിട്ട് ഇതുപോലെയുള്ള പൊത്തുകളിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ചൂണ്ട കയറ്റി വെക്കുമ്പോൾ ഈ പൊടിമീനെ പിടിച്ച് തിന്നുന്ന കുറച്ച് മീനുകൾ, അതായത് ബ്ലാഞ്ഞിൽ അല്ലെങ്കിൽ ആരകൻ അതുപോലുള്ള മീനുകൾ, അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങി വന്നത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു തോട്, ഇതുപോലുള്ള തോടുകളും ഇതുപോലുള്ള കല്ല് പൊത്തുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലത്ത് ഈ മീനുകൾ ധാരാളം ഒളിച്ചിരിക്കും. അപ്പോൾ അതിനകത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കുറേ പൊത്തുകൾ കാണും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് എല്ലാ പൊത്തിലും നമ്മൾ കൊണ്ടുപോയി ചൂണ്ടിടണ്ട. നമ്മൾ പുഴയിൽ അല്ലെങ്കിൽ ഈ ഒരു കല്ലുകെട്ടിൻ്റെ സ്ഥലത്തൊക്കെ ചെന്ന് നമ്മൾ നോക്കുമ്പോൾ നല്ല വൃത്തിയുള്ള പൊത്തുകൾ കാണും. എന്തിനാണെന്നറിയോ? ആ വൃത്തിയുള്ള പൊത്തുകൾ അവരുണ്ടാക്കി വെച്ചിട്ട് ഇതിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. വൃത്തിയുള്ളൊരു പൊത്ത് കാണുമ്പോൾ ഒരു ചെറിയ പൊടിമീൻ ഓടി വന്നിട്ട് ആ പൊത്തിനുള്ളിലേക്ക് കയറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് അപ്പോൾ അവർ ആ പൊത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ചെറിയ മീനുകളെ സ്ട്രൈക്ക് ചെയ്ത് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ആ പൊത്തിൻ്റെ വാതിലുണ്ടാവും. അപ്പോൾ ക്ലീനായിട്ടുള്ള പൊത്ത്, ഇതിനെപ്പറ്റി ഞാൻ വളരെ വ്യക്തമായിട്ട് മുന്നേ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് അവരിയ്ക്കുന്നതെന്നും ഒക്കെ. അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കയറി കാണാം. ഇപ്പോൾ അതെ നമ്മുടെ ഒരു ചെറിയ ഒരു സെറ്റപ്പ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കുക, അതേപോലെ ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ അതുകൂടെ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അജിത്തുണ്ട്. തൊട്ട് സൈഡിൽ അജിത്ത് കാസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉണ്ട്, വേണ്ട. അപ്പോൾ ഇവിടെ ഒരു പാടമുണ്ട്. അപ്പോൾ ഈ പാടമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ തോട്. അപ്പോൾ എവിടെ നിന്ന് മീൻ അടിച്ചാലും നമ്മളിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ എത്ര ആറിൻ്റെ തീരത്തോടെ വണ്ടി കൊണ്ട് നടന്നിട്ടുണ്ട്, വഴിയില്ലാത്തടത്ത്. എന്തു വരുന്നുണ്ടത്? ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. വിട്ടുകൊടുക്കും എടുക്കട്ടെ. ആടി പൊട്ടി ഗൈസ്. ഞാൻ ഇച്ചിരി അവിടെ ഞാൻ കണ്ടു, സൂം ചെയ്തിട്ടുണ്ട്. ഇറക്കുമോ? ഇവിടെ ഇറങ്ങി നിന്ന് എൻ്റെ കാല് വേണേ നോക്കട്ടെ. ഇത്ര ഉള്ളായിരുന്നുള്ളൂ. ഞാൻ അങ്ങോട്ട് ഇട്ടാലേ വീടെടുത്തെടുക്കട്ടെ. എന്തുവേണം സൈഫ് പിടുത്തോ? എന്തുവഴി എന്തു ആരാണോ? തല വന്നു, തല കളി വന്നു. അതാ ഇറങ്ങത്തില്ല. എന്ത് വേറെ വാരത്തിൽ കൂടെ കയറിയിരിക്കുന്നു. എന്റെ തല ഞാൻ കണ്ടായിരുന്നു. മാല കണ്ടത്. ആരകൻ അടി കിട്ടിയോ? കൈ കിട്ടി, അടി കിട്ടി. ഫോണും കുടിച്ച് ഞാനോട് കറക്റ്റ്. എന്നാ അടിയാണോ അടിച്ചത്? താഴത്ത് കുറച്ച് ക്ലോത്ത് എടുക്കാം. അതിൻ്റെ അതിൻ്റെ പേടപ്പ് ഇതൊരു പിടിക്കാൻ പറ്റുമോ ധൈര്യമായിട്ട്? അതും പറ്റത്തില്ല. ഈ സാധനത്തിനെ കയറി പിടിക്കും. ബ്ലാഞ്ഞലിനെ കൊണ്ട് എന്താ വെള്ളം അടിച്ച് കുറച്ചാനേ പോകുന്നത്. കൊണ്ടോ മുള്ളുണ്ടോ? പിന്നെ അതാ പിടച്ചിട്ടേ. അതെന്തിനാ പിടയ്ക്കുന്നറിയോ? മറ്റേ മുള്ളു കയറാൻ വേണ്ടിട്ടാ. ഇതിനെ കണ്ടാ അവന് വിഴുങ്ങി അത് വേപ്പോട്ട് എടുക്കുന്നുണ്ടാ. കണ്ടാ ചൂണ്ട എവിടെ ഇരിക്കുന്നേ? ചൂണ്ട ഇവിടെ. ചൂണ്ട ഇറക്കി അടിക്കാൻ വിഴുങ്ങി താഴെ വരെ ആക്കി. ഇതെന്തിനാ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നറിയോ? അതായത് കണ്ടേ, ഇതെല്ലാം ബാക്കിലേക്കാണ് ഇതിൻ്റെ സ്ട്രൈക്കുകൾ വരുന്നത്. ഇതിൻ്റെ ഇവിടെ ഇരിക്കുന്ന ഈ വൈറ്റത്തിരിക്കുന്ന ഈ മുള്ളുണ്ടല്ലോ, ഞാൻ ഇവനെ ഒന്ന് ഡെഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ മുള്ളിൻ്റെ ആ ഡേഞ്ചറസ്. ഞാൻ ഇതിന് മുമ്പ് നിങ്ങളുടെ മുമ്പിൽ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ കാണിച്ചു തരാം. പിടിക്കാൻ പേടിയായതുകൊണ്ടല്ല, അതിന് എന്തുകൊണ്ടാണ് പിടിക്കാത്തതെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. റിവേഴ്സ് പഞ്ച. അപ്പം അച്ഛൻ അതേ കണ്ട, ഇത് കുറേ സമയം കഴിഞ്ഞ് ഏകദേശം ഇത് ഡെഡ് ആയതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ ധൈര്യത്തോടെ പിടിച്ചേക്കുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഇതിന്
ഇത് കണ്ടോ, ഇതിൻ്റെ പുറത്തിരിക്കുന്ന ഒരു സാധനം കണ്ടോ? സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചാൽ അതെ. ഇത് കണ്ടോ, കണ്ടോ കണ്ടോ? ഇതുകൊണ്ടാണ് നമ്മളത് പിടച്ച് ചാടുന്ന സമയത്ത് നമ്മൾ പിടിക്കാത്തത്. അതിനെക്കാട്ടി ഡേഞ്ചറായിട്ടുള്ള വേറൊരു ഐറ്റം കൂടെ ഉണ്ട് ഇവിടെ. അതിനെ ഞാൻ ഇച്ചിരി കനമുള്ള സംഭവിച്ച് കാണിച്ചത്. ഇത് കണ്ടോണേ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാനതിനെ കൈ കൊണ്ട് പിടിക്കാത്തത് അതാ ഇതൊന്ന് സൂമാക്കിയാൽ കണ്ടോ? കണ്ടോ? ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ? ഇതടിച്ച് കയ്യെ കയറി കഴിഞ്ഞാൽ പൊന്ന് മച്ചാനെ ഫ്രീ ആയിട്ടൊരു 5-6 കുത്തിക്കെട്ടിനുള്ള വകുപ്പ് ഇവനൊപ്പിച്ച് തരും കയ്യിൽ. പറഞ്ഞ മനസ്സിലായോ? ഇപ്പോൾ ഇത് മറ്റേ ബ്ലാഞ്ചിലിൻ്റെ കൂട്ടല്ല, പെട്ടെന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഡെഡാകും. അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇതിൻ്റെ തലയ്ക്ക് നമ്മളൊരു അടിച്ചാൽ, ഞാനത് അടിക്കുന്നതൊന്നും കാണിക്കാതെ, കാരണം ചിലപ്പോൾ അത് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അത് കാണുമ്പോൾ. മനസ്സിലായി? അപ്പോൾ ഇവൻ്റെ അതിൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അമ്മാരി സ്ട്രൈക്കായിരുന്നു അവൻ ചെയ്തത്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു പൊത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ഇതിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. എന്താണെന്നറിയാം, അതാണ്ട് ഇതിൻ്റെ ഈ ചുണ്ട് കണ്ടോ? ഈ ചുണ്ട് ഈ സാധനം കണ്ടോ? ഇവൻ പൊത്തിനകത്തുനിന്ന് വെളിയിലേക്ക് ഇറക്കിയിട്ട്, പൊത്തിനകത്തുനിന്ന് വെളിയിലേക്ക് ഇങ്ങനെ തുമ്പ് ഇറക്കിയിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അനക്കി കൊടുക്കും. പറഞ്ഞാൽ മനസ്സിലായി? ഇത് ഇങ്ങനെ ഇരുന്ന് അനങ്ങും. ഇത് അനങ്ങുന്നത് കാണുമ്പോൾ ചെറിയ പൊടിമീനുകൾ വന്നിട്ട് ഇതെന്താണെന്ന് അറിയാനായിട്ട് ആ പൊത്തിൻ്റെ സൈഡിൽ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മണ്ണിരയൊക്കെയാണെന്ന് വിചാരിച്ചുകൊണ്ട് മണ്ണിര പോലെ ഇരിക്കുമല്ലേ ഇത്? പറഞ്ഞ മനസ്സിലായി? ഒരു മണ്ണിരയുടെ ഒക്കെ ഷേപ്പിൽ ഇതിൻ്റെ തുമ്പത്തിരിക്കുന്ന ഈ സാധനം കണ്ടോ? അപ്പോൾ അതിനെ ടാർഗറ്റ് ചെയ്ത് ഇവന്മാർ ചെറിയ പൊടിമീനുകൾ വന്നിട്ട് നേരെ വന്നിട്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചത്തിട്ടില്ല, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇവർ അതിനകത്തോട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് ഇപ്പം പാർന്നൊരൊറ്റ പിടി പിടിക്കും. പറഞ്ഞ മനസ്സിലായി? അപ്പം ഇതിനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ക്രൂരതയാണ്, ചെയ്യുന്നത് ക്രൂരതയാണ്. ആണോ? ഇവൻ്റെ ആ മുള്ളിനകത്ത് വെച്ച് നമ്മളെ സൂപ്പറായിട്ട് കട്ട് ചെയ്ത് പീസാക്കി തരും. കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? അത്രയും വെക്കണ്ട. കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഇതായത് ഒന്ന് സൂം ചെയ്തെടുക്കുക. കാണുന്നുണ്ടോ? ഓക്കെ, കണ്ടോ? ഇതാണ് അവൻ്റെ വജ്രായുധം. കയറി പിടിച്ചാൽ എട്ടിൻ്റെ പണി വാങ്ങിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ആരെല്ലാം പിടിക്കുന്ന ആളുകൾക്ക് ഇത് പലർക്കും അറിയാൻ മേലാത്ത കാര്യങ്ങളുണ്ട്. നല്ലതുപോലെ മീൻ പിടിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ മേലാത്ത ആളുകൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കുമ്പോൾ മീനാണേന്ന് കയറി തപ്പി പിടിക്കാൻ നിൽക്കരുത്. നല്ല മുട്ടൻ പണിയും കൂടെ വാങ്ങിച്ചു വെക്കും. കണ്ടല്ലോ, അത്യാവശ്യം സൈസ് ഉണ്ട്. ഒരു ഇപ്പോഴും ചത്തിട്ടില്ല, ചെറിയ മീനുണ്ട്. 1/2 കിലോയ്ക്ക് മേളുണ്ട്. 3/4 കിലോ ഇല്ല, ഒരു 1/2 കിലോയ്ക്ക് മുകളിലുണ്ട് ഉള്ളത് പറയാമല്ലോ. അപ്പോൾ കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ മച്ചാമാരെ, ആ മീനിൻ്റെ ആ ഒരു ഡേഞ്ചറസ് അറിയാതെ പോലും ആരും കയറി ഇതിനെ പിടിക്കുമ്പോൾ ചൂണ്ട കിട്ടിയാൽ കൈ കൊണ്ട് കയറി തപ്പി പിടിക്കരുത്. മീൻ പോയാൽ പോട്ടെന്ന് വെച്ചേക്കണം. കാരണം കിട്ടിയാൽ 8ൻ്റെ അല്ല 16ൻ്റെ പണി. അതിൻ്റെ ആ മുള്ളു കണ്ടല്ലോ, അതടിച്ച് കയ്യെ കയറ്റിയിട്ട് ഒറ്റ വരച്ചിൽ കയറിയാൽ ഉപ്പിച്ചിലിൻ്റെ പൂളുന്ന പോലെ ഇരിക്കും. അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെറുതായിട്ട് വൈൻഡപ്പ് വരുന്ന അടുത്ത ഒരു മീൻ പിടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.